ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ടാരാസ് ടാരോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. അറൗണ്ട് എനിക്ക് തോന്നുന്നൊരു 3 months എബോ ആയി ഞാൻ റീഡ് ചെയ്തിട്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയത് കാരണമാണ്, പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബിസി ആയിപ്പോയി. അത് കാരണമാണ് റീഡിങ് ചെയ്യാൻ പറ്റാതിരുന്നത്. സോറി. നിങ്ങളെല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴും കമൻസിൽ ചോദിക്കുന്നുണ്ട് വരുന്നില്ല, റീഡിങ് ചെയ്യാത്തത് എന്താണ്, പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ജനറൽ റീഡിംഗ് ആണെങ്കിലും വീക്ക്ലി ഒരു 2-3 റീഡിംഗ് എങ്കിലും ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ വളരെ താങ്ക് യു. ഇങ്ങനെ എന്നെ അന്വേഷിച്ചതിനും നമ്മളെ റീഡിങ് സ്ഥിരമായി കാണുന്നവർക്കൊക്കെ എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇപ്പോഴും എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അത് കാരണമാണ്. ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുവാണെങ്കിൽ, മീൻസ് സംസാരത്തിനിടയിൽ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, കുറേ നാളായില്ലേ നമ്മൾ റീഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒക്കെ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ റീഡിങ് റെസണേറ്റ് ആകുന്നതായിരിക്കും. ഇത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉള്ളവർക്കും കാണാവുന്നതാണ്. അതുപോലെ തന്നെ നോ കോണ്ടാക്റ്റ് ആയാലും നോർമൽ റിലേഷൻ ആയാലും ലെസ് കോണ്ടാക്റ്റ് ആയാലും ബ്രേക്കപ്പ് ഉള്ളതാണെങ്കിലും അല്ല സ്മൂത്തായിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് വീഡിയോ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവ് കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം റീഡിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഈ റീഡിങ് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കൂടുതൽ റെസനേറ്റ് ആകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. Page of Pentacles, Temperance, Two of Swords, Queen of Wands, Eight of Wands, Wheel of Fortune, The Hierophant. എല്ലാം നല്ല കാർഡ്സാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. എല്ലാം പോസിറ്റീവ് കാർഡാണ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 8 of Cupsൻ്റെ എനർജിയാണ്. ദ എംപറർ, ജസ്റ്റിസ്, പേജ് ഓഫ് സോഴ്സ്, ഡബിൾ കാർഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. ഇതിൽ നിന്ന് എനിക്കിപ്പോൾ ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇത് കാണുന്നവരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവരാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം വെച്ചാൽ നമുക്കിവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 8 of Cupsൻ്റെ എനർജിയാണ്. അതായത് ഒരു ഡിസപ്പോയിൻമെൻറ്റ്, അതായത് ഒരു തീരെ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ലാത്ത സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും
മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് കാരണമായിരിക്കാം ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷന് നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഏതോ ഒരാൾ ഒന്നുകിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം വാക്കവേ ചെയ്തതുപോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് അവർ മൂവ് ഓൺ ചെയ്തു എന്നൊരു രീതിയിൽ എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അതാരാണോ, നിങ്ങളാണോ അല്ല നിങ്ങളുടെ വ്യക്തിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ പ്രോബ്ലം. എംപറർ കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളോട് അവർക്ക് വളരെയധികം സ്നേഹമുണ്ട്. പക്ഷേ അവർക്ക് ഈ ഈഗോ ഇഷ്യൂ, അതായത് ഈഗോ വളരെയധികം സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണുന്നത്. ജസ്റ്റിസ് കാർഡും നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം ഈഗോ തന്നെയാണ് എന്നാണ് ഇവിടെ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ്. അതായത് ആളുടെ ഈഗോ കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രോബ്ലം ഇപ്പോൾ അവരെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നു തന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നിങ്ങൾക്കിടയിലുണ്ടായ ഈ ഒരു സംഭവത്തിന് ഒന്നുകൂടി, അതായത് പുതിയൊരു തുടക്കം കൊണ്ടുവരണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. സോ ഇപ്പോൾ മെയിൻലി എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു. അതായത് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ നിങ്ങൾ തീരെ അവരെ മൈൻഡ് ചെയ്യുന്നുണ്ടാകില്ല. നിങ്ങളായിരിക്കാം ഒരുപക്ഷെ മൂവ് ഓൺ ചെയ്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് മാക്സിമം നിങ്ങൾ എടുക്കാൻ പറ്റുന്ന എഫേർട്ടുകളൊക്കെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എടുത്തു കാണും. എന്നിട്ടും ഇതിലൊരു ഗ്രോത്ത് ഇല്ലാത്തത് കാരണവും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇറസ്പെക്റ്റീവായിട്ടുള്ള അതുപോലെ ഒരു വാല്യൂ തരാത്തൊരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. അത് കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു സിറ്റുവേഷൻ അവരെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ ഇപ്പോൾ നിങ്ങളെ അവരെ തിരികെ വരാൻ വേണ്ടിയിട്ട്, അതായത് ഈ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങണം എന്നൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഇപ്പോൾ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്നുള്ളത് അവരുടെ ഡിസയറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്ന് പറയാൻ പറ്റില്ല. പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക്. അതുപോലെ പെൻഡിക്കിൾസ് എനർജി കുറച്ച് ടൈം എടുക്കും. എങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സയൻസ് നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറൻസ് കാർഡാണ് സെക്കൻഡ് വന്നിട്ടുള്ളത്. ടെമ്പറൻസ് കാർഡ് പറയുന്നത് ഒരു ബാലൻസിൻ്റെ കാർഡാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ബാലൻസോട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. മുന്നേ ഈ ഒരു ബന്ധത്തിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായി കാണില്ല. അതായത് നിങ്ങൾ കൊടുക്കുന്ന അത്രയും സ്നേഹമോ ടൈമോ അല്ലെങ്കിൽ റെസ്പെക്റ്റോ വാല്യൂ ഒന്നും നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങളുടെ പേഴ്സണിന് എടുക്കുന്നത്. എന്നിട്ടും നിങ്ങളെ മാക്സിമം എഫേർട്ട് എത്ര നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകും. എന്നിട്ടും അതിന് ഒരു വാല്യൂ തരാതിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഒരുപക്ഷെ മൂവ് ഓൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകും. ആ ഒരു നിങ്ങളുടെ വാല്യൂ എന്താണ്, നിങ്ങൾ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യാനുള്ളൊരു റീസൺ എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഹാർമോണൈസ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് മുന്നേ ഒരുപാട് ദേഷ്യം, അതുപോലെ തന്നെ വാശി, ഈഗോ, റെസ്പെക്റ്റ് ഇഷ്യൂസ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ പതിയെ ഇപ്പോൾ അവർ മാറി, അതായത് അവർ ചേഞ്ച് ആക്കി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ടു ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അത് കാരണമായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അവർ വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. ക്യൂർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്
നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അതായത് അതുപോലെ തന്നെ ദ ഹെറോഫന്റെ കാർഡ് ഉണ്ട്. ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ അവർ ഒരു എന്താ പറയുക, ഒരു വളരെ നാച്ചുറിങ് ആയിട്ടുള്ള വളരെ കംഫർട്ടാണ് നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ എന്ന് പറഞ്ഞാൽ. അത്രയധികം ഇമോഷണലി അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ രീതിയിലും അവർക്ക് നിങ്ങൾ ഓക്കെയാണ്. പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ അവരുടെ പാരൻസ് ആയിരിക്കാം, ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, അല്ല എന്തോ അവരുടെ ഫിനാൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. എന്താണോ അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ആ ഒരു കാര്യവും നിങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. അതായത് നിങ്ങളോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ, കൂടുതൽ കോൺസെൻട്രേഷനും കൂടുതൽ ടൈമും ഒക്കെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മറ്റേ പാർട്ട് അത് ഒതുങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ അതിൽ അവർക്കൊരു എന്താ പറയുക വളർച്ച ഉണ്ടാകുകയോ ഇല്ലയോ എന്നുള്ളൊക്കെ കൺഫ്യൂഷൻ ഉള്ളത് കാരണമാണ് അവർക്കൊരു ഭയം ഉള്ളിലിരിപ്പുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇവിടെ ഇരിക്കുന്നത്. അതായത് നിങ്ങൾ വേണമെന്നുണ്ട്, പക്ഷേ അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനും അവിടെ ഉണ്ട്. അപ്പോൾ അതും വിട്ടുകളയാനും പറ്റില്ല, നിങ്ങളെയും വിട്ടുകളയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത്. ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങൾ അവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഇമോഷണലി ആയാലും നിങ്ങൾ എല്ലാം തികഞ്ഞ ഒരു വ്യക്തി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. നിങ്ങൾക്കൊരു നല്ലൊരു ജോലി ഉണ്ടാകാം. അതുപോലെ തന്നെ എന്താ പറയുക, കാണാൻ നിങ്ങൾ വളരെയധികം ഭംഗിയുള്ള ഒരാളായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട്, അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സമൂഹത്തിൽ ജീവിക്കുന്ന, അതുകൂടാതെ എല്ലാം കൊണ്ടും നല്ലൊരു വ്യക്തി, നല്ലൊരു പേഴ്സൺ, സ്വഭാവത്തിൽ ആയിക്കോട്ടെ, അല്ല ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും നിങ്ങൾ 100% ആയിട്ടുള്ള ഒരു കംഫർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നതാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ 8 ഓഫ് വാൺസിന്റെ എനർജി നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. 8 ഓഫ് വാൺസിന്റെ എനർജി പറയുന്നത് നിങ്ങൾക്കറിയാം, ക്വിക്ക് ആക്ഷനാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അവർക്ക് തിരികെ വരണം. ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നേ നിന്ന് തുടങ്ങണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്പീഡാണ്, അതായത് ഒരു നമ്മൾ പറയാം വാൺസ് എനർജി എപ്പോഴും ഇതാണ്, പാഷൻ്റെ എനർജിയാണ്. വളരെയധികം ഇമോഷണലി, അതായത് ഒരു പാഷനാണ് നിങ്ങൾക്ക് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പോസിറ്റീവായിട്ടൊരു ചേഞ്ചസ് കൊണ്ടുവരണം എന്ന രീതിയിൽ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോൾ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് വിസിറ്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണാനുള്ള ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡ് ഉണ്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഹെറോഫന്റെ കാർഡും. ഹെറോഫന്റെ കാർഡ് പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി ഒരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടുണ്ടാകില്ല. പക്ഷെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, ഇങ്ങനെ ഈ ഒരു രീതിയിൽ, അതായത് ഈ പഴയ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെയും ചെന്നെത്തില്ല. സോ നിങ്ങൾ എന്താണോ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിലെ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണം. നല്ല രീതിയിൽ, നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡ് ഇവിടെ പറഞ്ഞത്, അതായത് ഇപ്പോൾ ഉള്ള ഈ എല്ലാ കർമാസും അവരുടെ ലൈഫിലായാലും നിങ്ങളുടെ ലൈഫിലായാലും പല കർമാസും ഉണ്ടായിട്ടുണ്ടാകും. അതിനുള്ള തിരിച്ചടികളായിരിക്കാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇടയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ ആ കർമാസൊക്കെ അവസാനിച്ച് പുതിയൊരു വഴിത്തിരിവിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അവർക്കുള്ള ഈഗോസ്, റെസ്പെക്ട് ഇഷ്യൂസ്, ഇതൊക്കെ വളരെയധികം ഉള്ള ഒരു വ്യക്തിയായിരുന്നു അവർ. പക്ഷെ അതിലൊക്കെ അവർ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. സത്യം പറയുവാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുടെ സ്വഭാവത്തിൽ വളരെയധികം ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ പറയുന്നത് ഒരു ലൈഫ് സൈക്കിൾ, അതായത് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ എൻഡായി ഒരു പുതിയ ലൈഫ് സൈക്കിളിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ,
അതായത് അവരുടെ എല്ലാ സ്വഭാവം, ചീത്ത സ്വഭാവങ്ങളോ അവർക്ക് എന്തൊക്കെയാണോ അവർക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് അതൊക്കെ അവർ ചേഞ്ചസ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ള ഒരു റീസൺ നിങ്ങളാണ് എന്നുള്ളതാണ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് അവർക്ക് ഇത്രയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് വന്നതിന് ശേഷമായിരിക്കാം അവരുടെ ലൈഫിൽ വളരെയധികം ലക്ക് വരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം വെച്ചാൽ ഗുഡ് ലക്ക്, നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്ന ഒരു ഗുഡ് ലക്കിൻ്റെ കാർഡ് കൂടിയാണ്. അതായത് ഒരു ഡെസ്റ്റൈൻഡ് പേഴ്സൺ, നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിനി എന്നുള്ളത് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതായത് അങ്ങനെയാണ് ഇപ്പോൾ അവർ നിങ്ങളെ കാണുന്നത്. അത്രയധികം പാഷൻ, അത്രയധികം സ്നേഹമൊക്കെ നിങ്ങളോട് ഉണ്ട്. നിങ്ങൾക്ക് അത്രയധികം വാല്യൂ ഇപ്പോൾ അവരുടെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങളുടെ പുറത്ത്, അതായത് പുറമേ കാണിക്കുന്നുണ്ടാകില്ല. എന്നിരുന്നാൽ പോലും അത് അവരുടെ ഈഗോന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അത് നിങ്ങളോട് പ്രകടിപ്പിക്കാത്തത്. ബട്ട് അവരുടെ മൈൻഡിൽ നിങ്ങൾ വളരെയധികം ഒരു ലക്കി ചാമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്കത് അനുഭവമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കണക്ഷനത്തിന് ശേഷവും അതിനു മുന്നേയുള്ള ഒരു ലൈഫും അവർ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ പല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും. അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ല പേഴ്സണലി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. അവർക്കത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് ശേഷം നെഗറ്റീവ് അല്ല, ഫുൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട്. അത് കാരണമാണ് അവർ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ബാലൻസോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിന് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഗൈഡൻസ് തരാറുണ്ടോ എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ ആണ്. അതായത് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ എന്താണോ പ്രശ്നങ്ങൾ ഉള്ളത്, എന്താണോ സിറ്റുവേഷൻ ഉള്ളത് എന്ന് വെച്ചാൽ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ, എന്തൊക്കെയാണോ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണോ എന്നുള്ളത് തുറന്ന് സത്യസന്ധമായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കിടയിലുള്ളൂ. അതായത് മനസ്സ് തുറന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്നുകൊണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ആക്കൂ എന്നുള്ളതാണ് നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. എനിക്കിവിടെ തോന്നുന്നതും നമുക്ക് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്കിടയിൽ എന്ത് സിറ്റുവേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്ത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, അതായത് കമ്മ്യൂണിക്കേഷൻ കാരണമായിരിക്കാം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ മൈൻഡായിട്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് സത്യസന്ധതയോടുകൂടി സംസാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു ഭാവി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ റീഡിംഗ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.